ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ LDF കൺവീനർ EP ജയരാജനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. ചിലരൊക്കെ അല്പം ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ EP ജയരാജനെതിരെ CPM നടപടി ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തുടർച്ചയായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനാണ് സാധ്യത. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയും CPM-നുണ്ട്. അപ്പോൾ സ്റ്റെഫനും ഫെലിക്സും ഉണ്ട് കൂടെ. അപ്പോൾ നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ LDF കൺവീനറായി ഇരുന്നു കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പറയരുതാത്ത കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. കുറച്ച് പരിഹാസത്തിനും പാത്രമായി പതിവ് പോലെ തന്നെ. അപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കുന്ന ആന്തരികമായ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ? മോത്തി, തിരഞ്ഞെടുപ്പിന്റെ ആ ദിവസം EP ജയരാജൻ CPM-നെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ പരപ്പ് നമുക്ക് അളക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. കാരണം BJP-യുമായുള്ള ബന്ധമായിരുന്നു, കോൺഗ്രസിന്റെ BJP-യുടെ ബന്ധം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ CPM മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇടുത്തി പോലെ EP ജയരാജന്റെ ഇത്തരത്തിലുള്ള ബന്ധം, പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ബന്ധം പുറത്തായത്. അതിന് നിരവധി തെളിവുകളും പുറത്തു വന്നു. ഇതോടുകൂടി മുഖ്യമന്ത്രി തന്നെ EP ജയരാജനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാട് EP ജയരാജനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ എന്തായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഇനി സംശയമൊന്നും വേണ്ട. കാരണം പലപ്പോഴും ഈ പല വിവാദങ്ങളിൽ പെടുമ്പോഴും, അതായത് വലിയ കാലയളവിൽ, അതായത് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരുന്ന സമയത്ത് ഈ വിവാദ ലോട്ടറി തലവനായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് കോടികൾ വാങ്ങി എന്നുള്ളൊരു ആരോപണം EP ജയരാജന് നേരെ ഉയർന്നിരുന്നു. അതുമുതൽ ഇങ്ങോട്ട് ബന്ധുനിയമന വിവാദം, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ ബന്ധുനിയമന വിവാദം, അതോടൊപ്പം മറ്റ് പല വിവാദങ്ങൾ, സാമ്പത്തികമായ ഇടപാടുകൾ അടക്കം EP ജയരാജനെതിരെ ഉയർന്നിട്ടും EP ജയരാജനെ പരിരക്ഷിച്ചത് പിണറായി ആയിരുന്നു. ആ ഒരു പരിരക്ഷയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ EP ജയരാജന് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതോടുകൂടി EP ജയരാജന് ത്യജിക്കേണ്ടി വരിക ഈ LDF കൺവീനർ സ്ഥാനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാർട്ടിക്കുള്ളിലും EP ജയരാജനെതിരെ വലിയ അമർഷം പുകയുന്നുണ്ട്. അത് പ്രവർത്തകർ ആയിക്കോട്ടെ, നേതാക്കളായിക്കോട്ടെ, വലിയ തോതിലുള്ളൊരു പ്രതിഷേധം, അമർഷം EP ജയരാജന് എതിരെ ഉണ്ട്. അതോടൊപ്പം മുന്നണിക്കുള്ളിലും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഇന്നലെ ഈ കാര്യം പരസ്യമാക്കിയിരുന്നു. അപ്പോൾ മുന്നണിക്കുള്ളിലും ഇത്തരത്തിൽ EP ജയരാജനെതിരെ കടുത്ത വിമർശനം, കടുത്ത പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ EP ജയരാജൻ ഈ സ്ഥാനത്ത് നിന്ന്, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഇത് യാതൊരു തരത്തിലും CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ പറയുന്ന വിവാദങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അതോടൊപ്പം EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി പറഞ്ഞതും വലിയ തോതിലുള്ള വിവാദമായിരുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്, അവരുടെ ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തിൽ നിഷേധിച്ചുവെങ്കിൽ പോലും പിന്നീട് ചിത്രങ്ങളും വിവരങ്ങളും അടക്കം പുറത്തു വന്നതോടെ CPM കടുത്ത പ്രതിസന്ധിയിലായി. ഈ പറയുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ EP ജയരാജനെ ന്യായീകരിക്കാൻ പാർട്ടി മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയധികം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള സംഘടനാ നടപടിയും ഇതിനോടകം EP ജയരാജനെ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പ്രതികരണം വന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ആ ഒരു നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. സാധാരണഗതിയിൽ EP ജയരാജൻ ഈ വിവാദങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നത് പിണറായി വിജയനാണെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ നിലപാട് EP-ക്ക് വലിയ തിരിച്ചടിയാകും. ഏതായാലും പാർട്ടിക്കുള്ളിലും നമുക്കിപ്പോൾ ഫെലിക്സ് ഉണ്ട് കൂടെ. ഫെലിക്സിനോട് കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഗുഡ് മോർണിംഗ് ഫെലിക്സ്. ഫെലിക്സ്, വളരെ ഗുരുതരമായൊരു പ്രശ്നത്തിലേക്ക് പാർട്ടി CPM LDF കൺവീനർ EP ജയരാജനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിലൊരു വിവാദം വന്നതിൽ പാർട്ടിയിൽ വലിയ നാണക്കേടുണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു പാർട്ടിയുമായി, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വവുമായും പാർട്ടി സെക്രട്ടറിയുമായും ഒക്കെ EP ജയരാജൻ ചെറിയൊരു അകൽച്ചയിലും പിണക്കത്തിലും ഒക്കെ പലതവണ പെരുമാറിയിട്ടുണ്ട്. ജനകീയ പ്രതിരോധ യാത്ര വരുന്ന സമയത്ത് പോലും സ്വന്തം വീട്ടിലുണ്ടായിട്ട് കൂടി ജാഥയുടെ ഭാഗമാവാതിരുന്നതൊക്കെ ഒരുപാട് ആരോപണങ്ങൾക്കും വിശകലനങ്ങൾക്കും ഒക്കെ വഴിവെച്ചതുമാണ്. അപ്പോൾ EP ജയരാജൻ ഈ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും മറികടക്കുക, അല്ലെങ്കിൽ പാർട്ടി കൊടുക്കുന്ന ഒരു അച്ചടക്ക നടപടിയെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? മോത്തി, തന്നെക്കാൾ പാർട്ടിയിൽ ജൂനിയറായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ വലിയ രീതിയിലുള്ള അതൃപ്തി
ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹം പല സമയത്ത് ജനകീയ പ്രതിരോധ യാത്രയിലടക്കം ആദ്യഘട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുകയും പിന്നീട് ആണ് തൃശ്ശൂരിലെത്തിയപ്പോൾ അദ്ദേഹം പങ്കെടുക്കാൻ പോലും തയ്യാറായത്. അങ്ങനെ വലിയ അതൃപ്തി ഇ.പിക്കുണ്ട്. അതായത് ഇ.പി നേരത്തെയും പല വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നമുക്കറിയാം, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതൊക്കെ തന്നെ CPM ഉള്ളിലെ പ്രശ്നങ്ങളായിരുന്നു. അത് ആഭ്യന്തര പ്രശ്നമായത് CPM പരിഹരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതങ്ങനെയല്ല. മുന്നണിയിലടക്കം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം LDFിൻ്റെ കൺവീനറാണ് ഇ.പി. ജയരാജൻ. അങ്ങനെ ഒരു നേതാവാണ് ഒരു BJP നേതാവുമായി ചർച്ച നടത്തുന്നത്. അപ്പോൾ അത് ആ മുന്നണിയെ തന്നെ ബാധിക്കുന്ന വിഷയമായി മാറുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും അതിൽ അഭിപ്രായം പറയേണ്ടി വരും. അതൊക്കെ തന്നെയാണ് ഇ.പിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഏതായാലും ഇതിൽ മുഖ്യമന്ത്രി ഇന്നലെ സ്വീകരിച്ച നിലപാട് TG നന്ദകുമാറുമായി കൂട്ടുകൂടുന്ന വിഷയത്തിലാണ് ഇ.പിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞത്. അതേസമയം പ്രകാശ് ജാവദേക്കറുമായി അദ്ദേഹം ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇ.പിക്കെതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രി ഏതായാലും ഇന്നലെ തയ്യാറായതുമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്നലെ ഈ വിഷയത്തിൽ എടുത്ത നിലപാട്, അതായത് അത് TG നന്ദകുമാറുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെ അത്തരക്കാരുമായി സൗഹൃദം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ഇ.പിക്ക് അല്പം ജാഗ്രത കുറവുണ്ടായെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നാളായി ഉണ്ടായിരുന്ന ഒരു അസ്വാരസ്യങ്ങളൊക്കെ ഒരു കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് വരാനും അങ്ങനെ ഒരു വലിയ പിണക്കത്തിലേക്കൊക്കെ പോകാനും സാധ്യത നമ്മൾ കാണുന്നു. ശരി ഫെലിക്സേ.